ആത്മഹത്യ ചെയ്യാൻ നോക്കിയോ? മരിക്കണോ? അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യം ഓർമ്മയുണ്ടോ? ഇവളെ ഓർത്ത് പോയത് ഓർമ്മയുണ്ടോ? ഉണ്ട്. എത്ര പ്രാവശ്യം മൊത്തം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്? 5-6 പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഇനി ഒരു ലഹരി ഉപയോഗിക്കരുത്. എത്ര വയസ്സുകൊണ്ട് പോണേ നിനക്ക്? 17 ആകാൻ പോവാ. കൊച്ചുകുട്ടിയാ. കേരളത്തിന്റെ പോക്ക് വല്ലാത്ത പോക്കാ. കൈ ചരട് വേണ്ട, ചടഴിച്ചിരിക്കുന്ന നടണം. ഈ കാതൽ ഇത്രയും സാധനം വേണ്ട. പോരിയാലോ? കൂടെ വേറെ ആരും ഉണ്ടോ? വീട്ടിലെ വല്ലാത്ത പ്രതിസന്ധിയാ. നിനക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയില്ല. നീ ഒരാളെ ഓർത്ത് വല്ലാതെ കരയുന്നുണ്ട്. ആ കരച്ചിലും കൊണ്ടാ ഇന്ന് രാവിലെ നീ ഇവിടെ ആരാധനയ്ക്ക് വന്നിട്ടുള്ളത്. കർത്താവ് എന്നോട് പറയുക, ഇന്ന് രാവിലത്തെ ആരാധനയുടെ നടുവിൽ നിന്റെ കുടുംബത്തിനകത്ത് ഒരു സമാധാനം കയറി വരാൻ പോവാ. ആത്മഹത്യ ചെയ്യാൻ നോക്കിയോ? മരിക്കണോ? മരിക്കണ്ട. നീ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. +2 വെച്ച് പഠിത്തം നിർത്തി, ഇനിയും പോകുന്നില്ല. നീ രക്ഷപ്പെടും. നിന്റെ അച്ഛൻ മണികണ്ഠനുണ്ടല്ലോ, ഇന്ന് രാവിലെ മാനസാന്തരപ്പെടാൻ പോവാ. ഇന്ന് രാവിലെ കർത്താവ് എന്നോട് പറയുക, ഈ വീട്ടിലൊരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. സമാധാനം ഇല്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ടീച്ചറുടെ പേരെന്തുവാ? പളനിയമ്മ. പളനിയമ്മ, ഇന്ന് രാവിലെ നിങ്ങളുടെ വീട്ടിലൊരു വലിയ സമാധാനം വരും. ഞാൻ ഇവളെ കുറിച്ച് തൂത് പറയുക, ഇവൾ അടിമുടി മാറും. ദൈവം ഇന്ന് രാവിലത്തെ ആരാധനയിൽ, ഞാൻ ഈ ആരാധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവളെ തന്നെയാ നോക്കിക്കൊണ്ടിരുന്നേ. കർത്താവ് എന്നോട് പറഞ്ഞത്, ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ഈ കുഞ്ഞിനെ ദൈവം മാറ്റാനായിട്ട് പോവാ. കേരളത്തിന്റെ പോക്ക് വല്ലാത്ത പോക്കാ. ഇവൾ ഇടവഴി വെച്ച് അവിടെ പഠിത്തം നിർത്തിയതാ. പിന്നെ അവള് പഠിക്കാൻ പോയിട്ടില്ല. പിന്നെ അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇതാ യേശു പറഞ്ഞേ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവീൻ. എന്നെ ചൊല്ലി കരയണ്ട. കുഞ്ഞെ, നിന്റെ പേരെന്തോന്ന് പറഞ്ഞേ? പരിമള. ഇനി ഒരു ലഹരി ഉപയോഗിക്കരുത്. ഉപയോഗിക്കോ? ഇല്ല. യേശുവിന് വേണ്ടി ജീവിക്കണം. ജീവിക്കോ? നിന്റെ അമ്മ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. അവര് കരയാത്ത ഒറ്റ രാത്രിയില്ല. നിന്നെ അന്ന് കാണാതെ പോയില്ലേ? ആ സമയത്ത് അവര് കരഞ്ഞുപോയി ഭയങ്കരമായിട്ട്. നിനക്ക് വേണ്ടിയാ ശരിക്കും അവര് ജീവിക്കുന്നത്, ഇല്ലേ അമ്മേ? നിനക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. നിനക്ക് ഭയങ്കര ദേഷ്യമാണ്. ഒന്നും പറഞ്ഞ കേക്കത്തില്ല. സത്യം. എത്ര വയസ്സുകൊണ്ട് പോണേ നിനക്ക്? 17 ആകാൻ പോവാ. 18 ആകാൻ പോവാ. കൊച്ചുകുട്ടിയാ. ഇനി ഇതൊന്നും വേണ്ട. കൈ ചരട് വേണ്ട, ചടഴിച്ചെനിക്ക് തരണം. ഈ ചരട് അഴിച്ച് ഹെൽപ്പ് ചെയ്തേ അവളെ. നിങ്ങളൊന്ന് കൈയടിച്ച് ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്തു. ശരിക്കും ഇത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ അമ്മ കരയുന്ന പോലെ സങ്കട. എൻ്റെ ഹൃദയം പെടഞ്ഞ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നേ. എല്ലാവരും ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റും, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എല്ലാവരോടും എഴുന്നേറ്റുന്നേ. ഈ മോക്ക് നേരെ ആ കരം നീട്ടിപ്പിടിച്ച്, കുഞ്ഞെ, നീ യേശുവിൻ്റെ സാക്ഷിയാവണം. നീ യേശുവിന് വേണ്ടി ജീവിക്കണം. ഈ എല്ലാ ലഹരിയേക്കാൾ ഏറ്റവും വലിയ ലഹരി യേശുവാണ്. യേശുവിന് അപ്പുറത്തൊരു ലഹരി ഇല്ല ഇവിടെ. യേശുവാ ഏറ്റവും വലിയ ലഹരി. ഇതിനപ്പുറത്തൊരു ലഹരി ഇല്ല. ഒന്ന് കൈയടിച്ച് വിളിക്ക, യേശുവേ എന്ന് വിളിക്ക. അമ്മേ, ഭർത്താവിന്റെ പേരെന്നോട് ഒന്നുകൂടെ പറഞ്ഞേ. മണികണ്ഠൻ. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ വീട് വിടാ, ചെമ്മൺ. ഓക്കെ, എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് സ്ഥലമൊന്നും അറിയത്തില്ല. എന്നെ ആദ്യം കാണുമല്ലേ? ആദ്യമായിട്ട് കാണുക. കണ്ട, ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീടിനകത്തൊരു മദ്യപാനിയുണ്ട്. നിങ്ങളിരുന്നോ, 1 മിനിറ്റ് ഇരുന്നോ. നിങ്ങളുടെ വീടിനകത്തൊരു മദ്യപാനിയുണ്ട്. അത് നിങ്ങളുടെ ഭർത്താവാ. ഇന്ന് രാവിലത്തെ കല്യാണം കഴിച്ച അന്ന് തൊട്ട് മദ്യപാനമാണ്. ഒരു മാറ്റവും ഇല്ല. കൂടിക്കൂടി വരുന്നേ ഉള്ളൂ. കുടിച്ച വേറൊരാളാ. കുടിക്കുന്നിടം വരെ ഭയങ്കര പാവാ. കുടിച്ച ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയാ വീട്ടിൽ. ഈ പിള്ളേരെ വളർത്തണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യം ഓർമ്മയുണ്ടോ? പോയിട്ടുണ്ട്.
ഇവളെ ഓർത്ത് പോയത് ഓർമ്മയുണ്ടോ? ഉണ്ട്. എത്ര പ്രാവശ്യം മൊത്തം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്? 5-6 പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം കയറി ഇറങ്ങുമ്പോഴും നിന്റെ മനസ്സിൽ ഭയങ്കര സങ്കടത്തോടാ നീ കയറി ഇറങ്ങുന്നത്. ദൈവമേ, ഇനി അതിനിടയാക്കരുത്. ഇവളെക്കുറിച്ചും ഭയങ്കരമായിട്ട് ഇനി സ്റ്റേഷനിൽ പോകണോ? വേണ്ട. ഇതെല്ലാം നമ്മൾ നിർത്തുമല്ലയോ? എല്ലാം നിർത്തുക. ഇവള് മാറും. ഇവള് യേശുവിൻ്റെ ആളാവും. ഇവളെ ഈ കാതൽ ഇത്രയും സാധനം വേണ്ട. ഒന്ന് കിഴിച്ചാൽ കുഴപ്പമില്ല. എന്തുവാ സാധനം എന്നറിയാമോ? ഈ കാതെ ബലപ്പെടുത്തി നിർത്തുന്ന സാധനമാണ്. ഇവിടെ ഒരു സാധനമുണ്ട്. ഇത് കിഴിച്ചാൽ ഇതിൻ്റെ ബലം കുറയും. ബലം കുറഞ്ഞ ഈ കാത് അടന്നു പോകും. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഒന്ന് മതി, ഒത്തിരി കിഴിക്കണ്ട. ഒത്തിരി കിഴിക്കുന്നതോട് ഞാൻ പറയാം, ഒന്നേ കിഴിച്ചാൽ മതി, ഒന്നിൽ കൂടുതൽ കിഴിക്കല്ല. ഇത് പ്രശ്നമാണ്. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഈ ഒരു സാധനമാണ് നമ്മുടെ കാതിനെ തടഞ്ഞു നിർത്തുന്നത്. സയൻറ്റിഫിക്കാണ് പറയുന്നത്, നമ്മുടെ കാതിനെ തടഞ്ഞു നിർത്തുന്നത്. ഇവിടെ ഒരു 10 കിഴുത്ത കഴിച്ച് കഴിഞ്ഞാൽ ബലം കുറയും. ബലം കുറഞ്ഞാൽ കാത് താഴേക്ക് പോകും, തൂങ്ങിപ്പോവും. പണ്ടത്തെ അമ്മച്ചിമാരുടെ കാത് കണ്ടിട്ടുണ്ടോ? അതെന്നാ തൂങ്ങിപ്പോവും. അതെന്നാ തൂങ്ങിപ്പോന്നേ? വലിയ കടുക്കലായിടുന്നേ. ഇത് താങ്ങുകയല്ല. ആ ചെവിയെ പിടിച്ച് പറ, താങ്ങത്തില്ലെന്ന് പറ. ഉണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ പോയി ഊരിയേക്കണം. ഒറ്റ ഒന്ന് മതി. വീട്ടിൽ പോയി ഊരത്തില്ലയോ? ഇപ്പൊ ഊരിയാലോ? ഇങ്ങോട്ട് വന്ന് ഊരി കൊടുക്കും. അവൾ ഊരാൻ റെഡി ആയിട്ട് നിൽക്കുക. പിന്നെ ആ ഊര് ഇന്നെല്ലാം വിടുതല്ല. നിങ്ങൾ കൈയടിച്ച് സ്വോത്രം പറ. ഒരു വഴിക്ക് പോകുന്നില്ലേ? സ്വർണ്ണ ഇത് സ്വർണ്ണ തലയുടെ കൊടുത്തേക്കാണ് പോയി കെട്ടിക്കാൻ വേണ്ടി വെച്ചേക്കാൻ വെച്ചു. തള്ളയുടെ സന്തോഷം കണ്ടു എന്റെ ദൈവമേ. എടി വീട്ടിൽ പോയി അടി ഉണ്ടാക്കോ? ഒരടിയുണ്ട് ഇല്ല. ആ ഇവളെ സുവിശേഷകയാവും കേട്ടോ. ഇവളെ യേശുവിന്റെ നാമത്തെ ഉയർത്തും. ഇവിടെ ആദരത്തിന്മേൽ ദൈവത്തിന്റെ ഒരു അഭിഷേകം വ്യാപരിക്കും. ഇന്ന് രാവിലെ ഈ വീട്ടിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങും. മണികണ്ഠൻ, എന്തോ മണികണ്ഠൻ അല്ലേ? മണികണ്ഠൻ എന്ന ചേട്ടൻ ഇവിടെ വരും, ആരാധനയ്ക്ക് വരും. ഒരു മദ്യപാനവും ഇല്ലാതെ ദൈവം ആ മദ്യപാനത്തിന്റെ ചങ്ങല ഇന്ന് രാവിലത്തെ ആരാധനയെ പൊട്ടിച്ചു കളയും. നീ താമസിക്കുന്ന വീടിനകത്ത് ഒരു ദൈവത്തിന്റെ സമാധാനം ഇന്ന് രാവിലെ എന്റെ ദൈവം നിനക്ക് നൽകി തരാൻ പോകുകയാ. ആ കരമൊന്നടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാവുന്ന ആളുകൾ ഒരുമിച്ച് യേശുവേ എന്ന് വിളിച്ച് കുഞ്ഞെ നീ പരിമളം പരിമള മോളെ, നീ യേശുവിന്റെ സാക്ഷിയാവും. യേശുവിന് വേണ്ടി ജീവിക്കും. നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നടന്നതല്ല ഒരു നിഴലായിട്ട് നിനക്ക് തോന്നും. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. ഇനി തൊട്ട് യേശുവിന് വേണ്ടി ജീവിക്കണം. ജീവിക്കോ? ജീവിക്കും. മക്കളെ, നീ ആദരിക്കപ്പെടും. നിന്റെ പഠിത്തം റീസ്റ്റാർട്ട് ചെയ്യും. നീ +2 കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് മറ്റൊരു കോഴ്സ് നീ പഠിക്കും. ദൈവം നിന്നെ ഒരു രാജ്യം വരെ അയക്കും. നിന്റെ സ്ഥിതിഗതികളൊക്കെ മാറാൻ പോവാ. കൈ അടിച്ച ദൈവത്തിന് ഒരു ആമീൻ പറയാൻ പറ്റുന്ന ആളുകളെല്ലാം ഒരു ആമീൻ പറഞ്ഞു. അവിടെ കുഞ്ഞുപ്രായത്തിൽ അവളെ പോലീസ് സ്റ്റേഷന്റെ വാതിക്കൽ കൊണ്ടുപോയ എല്ലാ ദുഷ്ടവ്യാപാരങ്ങളെയും ഇന്ന് രാവിലെ ഞാൻ ഉടച്ചു കളയുക. മോളെ, ഇനി അമ്മ അപ്പനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറരുത്. പോകരുത്. ഇല്ലല്ലോ, പോകത്തില്ല. ഇനി ഞാൻ പറഞ്ഞ ഒന്നും ഉപയോഗിക്കരുത്. ചെയ്യില്ലല്ലോ? ഇല്ല. നീ യേശുവിന്റെ ആളാവും. നീ ഒന്ന് മുട്ടുകുത്തിയേ. എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചേയും ഒക്കെ വേണ്ടി. എല്ലാരും ആ കൈകളെ ഒന്ന് നീട്ടി അവക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ. അജനഘടഘടക സന്ധരാധന. ഞാൻ പറഞ്ഞില്ലേ, യേശുവിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു വ്യക്തിയെ കിട്ടിയാൽ യേശു പിടിക്കും. യേശുവിന് അവനെ മാറ്റാൻ പറ്റും. യേശുവിന് അവൻ്റെ ജീവിതത്തെ മാറ്റാൻ പറ്റും. യേശുവിന് അവൻ്റെ സ്ഥിതി മാറ്റാൻ പറ്റും. യേശുവിന് അവൻ്റെ അവസ്ഥകളെ മാറ്റാൻ പറ്റും. ഇന്ന് രാവിലെ ഈ കുഞ്ഞിൻ്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുക. കർത്താവ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞ് അടിമുടി മാറട്ടെ. അവിടെ ജീവിതം അടിമുടി മാറാൻ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ കരം ഇവിടമേ ചലിക്കുന്നതിന് സ്തോത്രം ചെയ്യുക. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇവൾ ഒറ്റയ്ക്ക് കരഞ്ഞു പോയത്, മരിക്കണമെന്ന് ചിന്തിച്ചത് എല്ലാം ഇന്ന് രാവിലെ മാറട്ടെ. യേശുവിന്റെ വലിയ ശക്തി ഈ കുഞ്ഞിന്റെ മേൽ വെളിപ്പെടുന്നതിന് സ്തോത്രം. ഇവൾ ആദരിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. വലിയ ദൈവ സാന്നിധ്യത്തിന് സ്തോത്രം ചെയ്യുക. ആദരിച്ച് അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.